ഒരു കാലത്ത് ഇവിടുത്തെ പാരമ്പര്യ കലാകാരനായിരുന്നു അങ്കലംകുട്ടി വാര്യർ, CDK വാര്യരുടെ അച്ഛൻ. അദ്ദേഹം ഉള്ള കാലത്താണ് ഇത് തുടക്കം. അതായത് താമരയുടെ പ്രാധാന്യം അനുസരിച്ച് ഇവിടെ ധാരാളം താമര കൊണ്ടുവന്ന് മാല കെട്ടിക്കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു വാര്യർ. അവിടെ നിന്ന് അപ്പോൾ ഈ താമര പൂ കൊണ്ടുവരലും ഈ കെട്ടലും അതിന് ആ കാലത്ത് പ്രതിഫലം ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അമ്പലവാസികൾ കുടുംബങ്ങൾ അവരാണ് നിസ്വാർത്ഥമായി ഓരോ കാര്യത്തിലും സഹകരിച്ചു കൊണ്ടുവന്നിരുന്നത്. അവർക്ക് പ്രതിഫലം എന്നുള്ള രീതിയിലാണ് ഈ താമരക്കഞ്ഞിയുടെ ഉത്ഭവം. അല്ലാണ്ട് താമരപ്പൂ വെച്ചിട്ടുള്ള കഞ്ഞി എന്നല്ല. ഈ താമരയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർക്ക് സന്തോഷത്തിന് ഒരു വഴിപാട് പോലെ ഈ താമരക്കഞ്ഞി ഉദ്ഭവിച്ചത് തന്നെ. അന്ന് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ചെമ്മണ്ട കായൽ, അവിടെയാണ് താമരപ്പൂക്കൾ വളർത്തിയിരുന്നത്. അത് കൂടൽമാണിക്യ ദേവസ്വത്തിന്റെ സ്ഥലത്താണ്. സ്വാഭാവികമായിട്ടും ആ ഒരു അവകാശം, താമരപ്പൂ പറിക്കാനും കൊണ്ടുവരാനും ഉള്ള അവകാശം ആ കുടുംബക്കാർക്ക് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ആ കാലത്ത് പോയി പൂ വഞ്ചിയിൽ പൊട്ടിച്ചിട്ട് ചാക്കത്തിലാക്കി കെട്ടിക്കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സ്വാമിക്ക് വേണ്ടിയിട്ട് സമർപ്പണം ആയിട്ടാണ് ഈ താമരപ്പൂ കൊണ്ടുവന്നത്. നാടൻ അത് ചിലക്കാലം വെച്ച് അവളുടെ കുടുംബത്ത് രക്ഷപോയിട്ട് ആളില്ലാതെ കണ്ടായപ്പോൾ അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായി. കുറച്ചു കാലം നിന്നു. പിന്നീട് ചന്ദ്രേട്ടൻ, മരിച്ചുപോയ ചന്ദ്രേട്ടൻ്റെ ഒരു ഉത്സാഹത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടാമതും ഞങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നില്ലേട്ടാ, അതൊന്ന് നമുക്ക് തുടരണം. അത് നമ്മളുടെ അമ്പലവാസികളുടേതായിട്ടുള്ള ഒരു ചുമതലയായിട്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ നമ്മൾക്കറിയില്ലായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം അത് മുൻകൈയെടുത്ത് അത് രണ്ടാമത് 40 കൊല്ലത്തിന് ശേഷം രണ്ടാമതും അത് ആവിർഭവിക്കുകയാണുണ്ടായത്. അത് ഇന്നും തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ആയിട്ട് അന്ന് അമ്പലവാസികൾക്കായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അത് പ്രസാദമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടൽമാണിക്യത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.